നമ്മുടെ ഇവിടെ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ രാത്രിയും. അപ്പോൾ ദേ അഫിക്ക് കൊടുത്തുവിടാനുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ നിധിക്കുട്ടി വാശി പിടിച്ച് എൻ്റെ പുറകെ തന്നെ വന്നു. അവളുടെ തല നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാൾ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. ചീരത്തോരനൊക്കെ സെറ്റാക്കുന്നുണ്ട്. കുറേ നാൾ കൂടിയാണ് ചീരത്തോരൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തോരം പാത്രങ്ങളല്ല നിരത്തി വെച്ചേക്കുന്നത്. ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. ലിങ്ക് ഒന്നും ഇല്ലാട്ട് നമ്മൾ തൊടുപുഴ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 പൂരിയും അതുപോലെ തന്നെ കിഴങ്ങറിയും വെക്കുന്നുണ്ട്. പിന്നെ ലഞ്ച് ബോക്സിലേക്ക് നമ്മളിത് ചോറ് വെച്ചു, ബീഫ് ഫ്രൈ വെച്ചു. ഇതിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് എല്ലാ വീട്ടിലും ബീഫ് ആയിരിക്കുമല്ലോ അല്ലേ. പിന്നെ നമ്മുടെ ചീരത്തോരനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. കാരണം നമ്മൾ സ്ഥിരം പോകുന്ന വഴിയല്ല പോകുന്നത്, വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട അവസ്ഥയാണ്. നമ്മളാ പോകുന്ന റബ്ബർ തോട്ടം ഉണ്ടല്ലോ, അവിടെ ഫുള്ള് വെള്ളവും ചെളിയായിട്ട് നാശമായിട്ടിരിക്കുകയാണ്. ഞാനിവനെ എടുത്തോണ്ടാണ് കേട്ടോ റബ്ബർ തോട്ടം കിടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ മഴയായതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും ചെളി കൂടിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടിട്ട് ഞാനും അഫിയും കൂടിയിട്ട് ഇതേ ഈ വഴിയാണ് കേട്ടോ വന്നത്. അങ്ങനെ അവിടെ എത്തി കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ബസ് വരുന്നത്. പിന്നെ അവനെ കയറ്റി വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു.